ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ റെറ്റിനോളിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. റെറ്റിനോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഇതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണിത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്താണ് റെറ്റിനോൾ? വൈറ്റമിൻ A1 എന്നറിയപ്പെടുന്ന റെറ്റിനോൾ വൈറ്റമിൻ A ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു കൊഴുപ്പ് ലയിപ്പിക്കുന്ന വൈറ്റമിനാണ്. 1909 റെറ്റിനോൾ ആദ്യമായി കണ്ടെത്തിയതെങ്കിലും 1947 ഇതാദ്യമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുൾപ്പെടെ റെറ്റിനോളിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നുണ്ട്. മത്സ്യം, മാംസം, ഡയറി പ്രോഡക്ട്സ് ഇവയിലെല്ലാം റെറ്റിനോൾ കാണപ്പെടുന്നു. എന്താണ് റെറ്റിനോളിൻ്റെ ഉപയോഗം? മെഡിക്കലി റെറ്റിനോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്കും 5ാം പനി രോഗികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുവാനുമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് കൂടിയാണ് റെറ്റിനോൾ. ഇത് കൂടുതലും സ്കിൻ കെയറിനായിട്ട് ഉപയോഗിക്കുന്നത് മുഖത്തെ ചുളിവുകൾ അകറ്റാനും മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസിനെ അകറ്റാനും. അതുപോലെ റെറ്റിനോൾ നമ്മുടെ ശരീരത്തിലെ കൊളാജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് സ്പോട്ട്സ്, പിമ്പിൾസ്, പോർസ് ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നു. സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ടും സ്കിന്നിനെ നല്ല ചെറുപ്പമായിട്ട് വയ്ക്കുന്നു. സ്കിന്നിൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. പഴയതും കേടായതുമായ കോശങ്ങളെ സ്കിന്നിൽ നിന്നും നീക്കി ഹെൽത്തിയായ പുതിയ നല്ല സെൽസ് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തടയുന്നു. സ്കിന്നിലെ മെലാനിൻ്റെ ഉൽപ്പാദനത്തെ കുറച്ച് സ്കിൻ ടോൺ വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെയാണ് സ്കിന്നിന് റെറ്റിനോളിനെ കൊണ്ടുള്ള ഉപയോഗം. ഉപയോഗങ്ങളെ പോലെ തന്നെ റെറ്റിനോളിന് സൈഡ് എഫക്ട്സും ഉണ്ട്. അളവിൽ കൂടുതൽ റെറ്റിനോൾ ഉപയോഗിക്കുന്നവർക്ക് മുഖത്ത് ചുമന്ന തിണർപ്പുകൾ ഉണ്ടാവാനും മുഖത്ത് റാഷസ് ഉണ്ടാവാനും സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവാനും ഇച്ചിങ്, ഇറിറ്റേഷൻ ഇവയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആദ്യമായി ഉപയോഗിക്കുന്നവർ വീക്ക്ലി വൺസ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് പതിയെ ഉപയോഗം കൂട്ടാവുന്നതാണ്. എപ്പോഴും വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം ഒരു 2 തുള്ളി മതിയാവും നമ്മുടെ മുഖവും കഴുത്തും മുഴുവൻ അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ രാത്രി മാത്രം റെറ്റിനോൾ ഉപയോഗിക്കുക. ഉപയോഗശേഷം നല്ലൊരു മോയ്സ്ചറൈസർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. രാവിലെ ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുകി നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും മറക്കരുത്. 25 വയസ്സിന് ശേഷം മാത്രം റെറ്റിനോൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ മതിയാവും. കാരണം കൊളാജിൻ്റെ സ്വാഭാവികമായ അളവ് നമ്മുടെ സ്കിന്നിൽ കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മൾ റെറ്റിനോളിന് ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. റെറ്റിനോൾ ഉപയോഗിക്കും മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എപ്പോഴും എടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് റെറ്റിനോൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാനും. 2 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മാറ്റം വന്നില്ലല്ലോ, എനിക്കിതുകൊണ്ട് ഒരു ബെനിഫിറ്റ്സ് ഉണ്ടായില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. മാക്സിമം ഒരു 3 മാസമെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ റെറ്റിനോളിൻ്റെ ശരിക്കുമുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.